ഓക്കെ. ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് റെവല്യൂഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 17th സെഞ്ചുറിയിൽ ഇംഗ്ലണ്ടിൽ നടന്നൊരു റെവല്യൂഷനാണ് ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്. അതിനെ ഇംഗ്ലീഷ് റെവല്യൂഷൻ എന്നും പ്യൂരിറ്റാൻ റെവല്യൂഷൻ എന്നും ഈ റെവല്യൂഷനെ നമ്മൾ വിളിക്കുന്നുണ്ട്. ഈ ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് വാസ് എ പോപ്പുലർ അപ്രൈസിംഗ് അഗെയിൻസ്റ്റ് ദ മൊണാർക്കി. പീപ്പിൾ വേഴ്സസ് മൊണാർക്കി ആയിരുന്നെങ്കിൽ കിങ്ങും പാർലമെന്റും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഇംഗ്ലീഷ് റെവല്യൂഷന് കാരണമായത്. ഓക്കെ. സോ ഇംഗ്ലണ്ട് റെവല്യൂഷന് മുന്നേ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ആരാണ്? ട്യൂഡോർ ഡിനാസ്റ്റി ആണ് കേട്ടോ. ട്യൂഡോറിൽ ഏറ്റവും ഫേമസ് ആയിരുന്നു കിങ് ക്വീൻ എലിസബത്ത് വൺ. ഓക്കെ. ആൻഡ് പ്രൊട്ടസ്റ്റനിസം ഒക്കെ നമുക്കറിയാം. കാത്തോലിസിസം ഉണ്ട്, പ്രൊട്ടസ്റ്റനിസം ഉണ്ട് അല്ലേ? സോ പ്രൊട്ടസ്റ്റനിസം വാസ് ഫേംലി എസ്റ്റാബ്ലിഷ് ഡ്യൂറിങ് ദിസ് ടൈം. പക്ഷേ എലിസബത്ത് വൺ എന്ത് ചെയ്യുന്നു? മരിക്കുന്നു. അവർക്കൊരു എയർ ഇല്ല. ഓക്കെ. ഇനി ആര് ഭരിക്കും? സക്സസർ ഇല്ലാതെ മരിക്കുന്നു. അതുകൊണ്ട് തന്നെ ട്യൂഡോർ ഡിനാസ്റ്റി എലിസബത്ത് വണ്ണോട് കൂടി എൻഡ് ആവുന്നു. അങ്ങനെ ഒരു പുതിയ ഡിനാസ്റ്റി വരുന്നു. ആ ഡിനാസ്റ്റിയാണ് സ്റ്റുവാർട്ട് ഡിനാസ്റ്റി. ജെയിംസ് വൺ ഓഫ് ഇംഗ്ലണ്ടിന്റെ ഭരണം ഏറ്റെടുക്കുന്നു. സ്റ്റുവാർട്ട് ഡിനാസ്റ്റി സ്റ്റാർട്ട് ആകുന്നു. അപ്പോൾ ജെയിംസ് വൺ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഇന്റലിജന്റും സ്കോളറൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഹി ബിലീവ്ഡ് ഇൻ ദ ഡിവൈൻ റൈറ്റ്സ് ഓഫ് കിങ്. ഡിവൈൻ റൈറ്റ്സ് ഓഫ് കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദൈവത്തിൽ നിന്നാണ് കിങ്ങിന്റെ അതോറിറ്റി വരുന്നത്, ആളുകളിൽ നിന്നല്ല. അതുകൊണ്ട് തന്നെ കിങ് വാസ് ഓൺലി അക്കൗണ്ടബിൾ ടു ദ ഗോഡ്. ദൈവത്തിനോട് മാത്രമേ കിങ് എന്താ പറയുക ആൻസർ പറയേണ്ടതുള്ളൂ. പാർലമെന്റ് ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാൻ? കിങ്ങിനെ അസിസ്റ്റ് ചെയ്യാൻ മാത്രമായിരുന്നു, അല്ലാതെ കിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ പാർലമെന്റിന് പറ്റില്ലായിരുന്നു. ഇതാണ് ഡിവൈൻ തിയറി ഓഫ് അല്ലെങ്കിൽ ഡിവൈൻ റൈറ്റ് തിയറി എന്ന് പറയുന്നത്. ഇതിൽ വിശ്വസിച്ചിരുന്ന ആളാണ് ജെയിംസ് വൺ എന്ന് പറഞ്ഞാൽ. പക്ഷേ എന്ത് ചെയ്തു? കിങ് ഇങ്ങനെയാണ് വിശ്വസിച്ചിരുന്നെങ്കിൽ പാർലമെന്റ് നേരെ തിരിച്ചാണ് വിശ്വസിച്ചിരുന്നത്. പാർലമെന്റിന് കിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ ഉള്ള അധികാരം ഉണ്ടെന്നാണ് പാർലമെന്റ് വിശ്വസിച്ചിരുന്നത്. അങ്ങനെയാണ് ഇംഗ്ലീഷ് റെവല്യൂഷന്റെ ഒരു ഏറ്റവും വലിയ കാരണമായി തീരുന്നത് ഇതാണ്. നെക്സ്റ്റ്, മറ്റ് പൊളിറ്റിക്കൽ കോസസ് നോക്കുമ്പോഴത്തേക്കും കിങ് ബിലീവ് ദാറ്റ് ഹി ക്യാൻ ലെവി ടാക്സസ് വെനെവർ ഹി വിഷ്ഡ്. അതുപോലെ തന്നെ പാർലമെന്റ് ഏത് സമയത്ത് വേണമെങ്കിലും ഡിസോൾവ് ചെയ്യാം എന്ന് കിങ് വിശ്വസിച്ചിരുന്നു. പക്ഷെ പാർലമെന്റ് നേരെ തിരിച്ച് വിശ്വസിച്ചു. അതായത് ടാക്സസ് ചുമത്തണമെങ്കിൽ പാർലമെന്റിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുപോലെ തന്നെ കിങ്ങും നിയമം പാലിക്കണം. അല്ലാതെ കിങ് ഏത് സമയവും അയാൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാളല്ല. റിലീജിയനും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോഴത്തേക്കും ഇംഗ്ലണ്ടിൽ പ്രൊട്ടസ്റ്റനിസം ഓൾറെഡി ട്യൂഡോർ പീരീഡിൽ വന്നായിരുന്നു. ദി ഒഫീഷ്യൽ ചർച്ച് എന്ന് പറയുന്നത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആണ്, ഓൾസോ നോൺ ആസ് ദി ആംഗ്ലിക്കൻ ചർച്ച്. പക്ഷെ ആംഗ്ലിക്കൻ ചർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളോടും പ്രൊട്ടസ്റ്റൻസ് എന്ത് ചെയ്യുന്നില്ല? അഗ്രി ചെയ്യുന്നുണ്ടായിരുന്നില്ല. പ്യൂരിറ്റാൻസ് ആരാണ്? പ്യൂരിറ്റാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊട്ടസ്റ്റൻസ് ഹു വാണ്ടഡ് ടു പ്യൂരിഫൈ ദ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. ഓക്കെ. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. കാത്തലിസിസം ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഓൾറെഡി അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് പ്യൂരിഫൈ ചെയ്യണം, ഇതിൽ നിന്നൊക്കെ ആ ചർച്ചിനെ മാറ്റിക്കൊണ്ടുവരണം എന്ന് വിശ്വസിച്ചിരുന്ന അവരാണ് പ്യൂരിറ്റാൻസ്. ദേ ബിലീവ് ദാറ്റ് വർഷിപ്പ് ഷുഡ് ബി സിമ്പിൾ. അല്ലാതെ വലിയ വലിയ ആചാരങ്ങളോ ട്രഡീഷൻസോ ഒന്നും വേണ്ട. സിമ്പിളായിട്ടുള്ള പ്രാർത്ഥന രീതികൾ മതി. അതുപോലെ തന്നെ ചർച്ച് കാത്തോലിക് ട്രഡീഷൻസിനെല്ലാം റിമൂവ് ചെയ്ത് കളയാം. ഇനി കാത്തലിക്സ് നോക്കുകയാണെങ്കിൽ ഒഫീഷ്യലി പ്രൊട്ടസ്റ്റന്റ് ആയിരുന്നു ഇംഗ്ലണ്ട് എങ്കിൽ പോലും ഒരു സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ കാത്തലിക് തന്നെ ആയിരുന്നു. അപ്പോൾ പ്രൊട്ടസ്റ്റൻസ് പേടിച്ചിരുന്നു കാത്തലിക്സിനെ. കാരണം കാത്തലിക്സ് റൂളേഴ്സ് വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? പോപ്പിന്റെ അതോറിറ്റി തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ജെയിംസ് ടൂവിന്റെ കാലഘട്ടത്തിലൊക്കെ ഈ ഒരു പേടി വളരെ കൂടുതലായിരുന്നു. ഇനി എന്താണ് ഹാംപ്ടൺ കോർട്ട് കോൺഫറൻസ്? സോ സൂൺ ആഫ്റ്റർ ബിക്കമിങ് ദ കിങ്, ജെയിംസ് വൺ മെറ്റ് വിത്ത് ദ റിപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് പ്യൂരിറ്റാൻസ്. എവിടെയാണ്? ഹാംപ്ടൺ കോർട്ട് കോൺഫറൻസിൽ വെച്ചിട്ട് പ്യൂരിറ്റാൻസ് ആരാണ്? പ്രൊട്ടസ്റ്റൻസ് ആയിരുന്നു അല്ലേ? ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ചർച്ചിൽ എന്ത് റിഫോംസ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷെ ജെയിംസ് വൺ ആണെങ്കിൽ അവരുടെ മോസ്റ്റ് ഡിമാൻഡ്സിനും റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കോൺഫറൻസ് കാരണം വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ഒരു അച്ചീവ്മെന്റ് എന്തായിരുന്നെന്ന് വെച്ചാൽ ഒരു ബൈബിളിന്റെ ഒരു പുതിയ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ജെയിംസ് വൺ ഈ ഒരു കോൺഫറൻസ് കാരണം അതോറൈസ് ചെയ്യുന്നു. ഇനി എന്താണ് ഗൺ പൗഡർ പ്ലോട്ട്? ചില കാത്തലിക് ആളുകൾക്ക് കുറെ കൂടെ ഫ്രീഡം, റിലീജിയസ് ഫ്രീഡം വേണമായിരുന്നു. പക്ഷെ ജെയിംസ് വൺ അങ്ങനെ എല്ലാ ഫ്രീഡം ഒന്നും കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ജെയിംസ് വണ്ണിനോട് വലിയൊരു തൃപ്തിക്കുറവുണ്ടായിരുന്നു ചില കാത്തലിക്സിന്. അതുകൊണ്ട് തന്നെ ഇവർ കുറേ കാത്തലിക്സ് എന്ത് ചെയ്യുന്നു? കുറേ ഈ ബാരൽസ് ഓഫ് ഗൺ പൗഡർ വെച്ചിട്ട് പാർലമെന്റ് തകർക്കാനായിട്ട് ശ്രമിക്കുന്നു കിങ് ഉണ്ടായിരുന്നപ്പോൾ തന്നെ. പക്ഷേ ഈ കോൺസ്പിറസി ഫെയിൽ ആവുകയും ഇതിന് നേതൃത്വം കൊടുത്ത ഈ ആള്, ഒരു ഫാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് അറസ്റ്റ് ആയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ പാർലമെന്റ് ആയിരുന്നു ടാക്സേഷൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കിങ്ങിന് എന്ത് ചെയ്യേണ്ടി വന്നു? പാർലമെന്റിനോട് കൂടുതൽ അസിസ്റ്റൻസ് എപ്പോഴും ചോദിക്കേണ്ടി വന്നു. അപ്പോൾ പാർലമെന്റ് എന്ത് ചെയ്യും? കിങ് ഇങ്ങനെയുള്ള അഭ്യർത്ഥനകളായിട്ട് വരുമ്പോഴത്തേക്കും അവിടെ അവർ റെഫ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കിങ്ങിനോട് കുറേ കൂടെ റീഫോംസ് കൊണ്ടുവന്നാൽ ഞങ്ങളത് ചെയ്യാമെന്നൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ കോൺഫ്ലിക്ട്സ് എന്താവുന്നു? ഇന്റൻസിഫൈ ആവുന്നു. സോ ജെയിംസ് വണ്ണിന്റെ
ഭരണം തീരാറാവുന്ന സമയത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്നു. ഇപ്പൊ ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ജെയിംസ് ബോണ്ട് അതിൽ വിശ്വസിച്ചിരുന്ന ആളാണ് അല്ലേ? അപ്പോൾ പാർലമെന്റിന്റെ പവറിൽ ജെയിംസ് ബോണ്ടിനും പാർലമെന്റിനും 2 തരത്തിലുള്ള അഭിപ്രായങ്ങളാണ്. ടാക്സേഷനിൽ 2 തരത്തിലുള്ള അഭിപ്രായങ്ങളാണ്. അപ്പം അതുപോലെ തന്നെ റിലീജിയസ് സ്പേസിലായാലും ഈ ആംഗ്ലിക്കൻ ചർച്ച് വേഴ്സസ് പ്യൂരിറ്റാൻസ് അവർ തമ്മിലുള്ള ഒരു ഇഷ്യൂ നടക്കുന്നു. പ്രൊട്ടസ്റ്റൻസ് വേഴ്സസ് കാത്തലിക്സ് നടക്കുന്നു. അതുപോലെ ഫിനാൻഷ്യലി റോയൽ റവന്യൂ വളരെ കുറവാണ്. സോ ഈ ഒരു അവസ്ഥയിൽ തന്നെ ജെയിംസ് വൺ മരിക്കുന്നു. അങ്ങനെ പുള്ളിക്കാരൻ്റെ പുത്രനായിട്ടുള്ള ചാൾസ് വൺ കിങ് ആയിട്ട് മാറുന്നു. ഈ ഒരു പ്രോബ്ലം എല്ലാമുള്ള ഇംഗ്ലണ്ടിൻ്റെ കിങ് ആയിട്ട് ചാൾസ് വൺ വരുന്നു. അപ്പോൾ ജെയിംസ് വണ്ണിൻ്റെ അതേ ഒരു തരത്തിലുള്ള ബിലീഫ്സ് ഒക്കെയായിരുന്നു ചാൾസ് വണ്ണിനും. അതായത് ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്സിലെല്ലാം ചാൾസ് വണ്ണും വിശ്വസിച്ചിരുന്നു. പക്ഷെ അതേ സമയത്ത് പാർലമെന്റ് എന്ത് ചെയ്യുന്നു? അതിൻ്റെ അധികാരങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പാർലമെന്റ് ഇങ്ങനെ റീഫോംസ് എല്ലാം അംഗീകരിച്ചാൽ മാത്രമേ ടാക്സസിൽ അല്ലെങ്കിൽ ടാക്സസ് കൂട്ടാൻ പറ്റൂ, അല്ലെങ്കിൽ പൈസ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ചാൾസ് വൺ എന്ത് ചെയ്യുന്നു? മറ്റ് മീൻസ് പാർലമെന്റിന്റെ അപ്രൂവൽ വേണ്ടാത്ത രീതിയിലുള്ള മീൻസിലൂടെ പൈസ സംഭരിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇത് പാർലമെന്റിനെ കുറെ കൂടെ ചൊടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്യൂരിറ്റാൻസ് വിചാരിക്കുന്നു ചാൾസ് വൺ എന്ത് ചെയ്യുന്നു? ഇംഗ്ലണ്ടിനെ കാത്തലിസിസത്തിനോട് അടുപ്പിച്ചു കൊണ്ടുവരാണ്. പ്രൊട്ടസ്റ്റന്റ്സിൽ നിന്നിട്ട് കാത്തലിസിസത്തിലേക്ക് ഇംഗ്ലണ്ട് മാറുന്നു എന്ന് പ്യൂരിറ്റാൻസ് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ചാൾസ് എന്ത് ചെയ്യുന്നു? തോന്നുമ്പോൾ പാർലമെന്റ് ഡിസോൾവ് ആക്കുന്നു. അതുപോലെ അയാളെ വിമർശിക്കുന്നവരെ ട്രയൽ പോലും കൂടാതെ ഇംപ്രിസൺ ചെയ്യുന്നു. അങ്ങനെ 1628 ആകുമ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റേജിൽ എത്തുന്നു. പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നു. അത് അക്സെപ്റ്റ് ചെയ്താൽ പാർലമെന്റ് കിങ്ങിന് പൈസ കൊടുക്കാമെന്നുള്ളൊരു ഡിമാൻഡ് വെക്കുന്നു. ആൻഡ് ചാൾസ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ ഒരു പെറ്റീഷൻ ഓഫ് റൈറ്റ് ചാൾസ് അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം അയാൾക്ക് പൈസ അത്രയ്ക്കും അത്യാവശ്യമായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷേ പൈസ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ചാൾസ് പിന്നെയും ഇതിൽ കുറേ കാര്യങ്ങൾ ഇഗ്നോർ ചെയ്തിട്ട് 1629 ചാൾസ് പിന്നെയും പാർലമെന്റിനെ ഡിസോൾവ് ചെയ്യുന്നു. സോ പാർലമെന്റ് ഡിസോൾവ് ചെയ്തിട്ട് പാർലമെന്റ് ഇല്ലാതെ 11 വർഷം ചാൾസ് വൺ റൂൾ ചെയ്യുന്നു. ഓക്കെ, ഇതിനെയാണ് പേഴ്സണൽ റൂൾ എന്നും പറയുന്നത്. ഈ ഒരു ഡിസിഷൻ ചാൾസ് വണ്ണിന്റെ പോപ്പുലാരിറ്റിയെ പിന്നെയും അഫക്റ്റ് ചെയ്യുന്നു. ആളുകൾക്ക് പിന്നെയും അതൃപ്തി കൂടിക്കൊണ്ടേയിരുന്നു. കാരണം പാർലമെന്റ് പീപ്പിളിനെ റിപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫോറമാണ്. ഇതില്ലാതെയാണ് കിങ് 11 വർഷം വർക്ക് ചെയ്യുന്നത്. ഷിപ്പ് മണി എന്ന് പറഞ്ഞാൽ വാർ ടൈംസിൽ കോസ്റ്റൽ റീജിയൻസിൽ നിന്ന് എടുക്കുന്ന ഒരു ടാക്സ് ആണ്. ഇത് വാർ ടൈംസിൽ മാത്രമേ എടുക്കുന്നുള്ളൂ, നേവി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ചാൾസ് എന്ത് ചെയ്യുന്നു? പീസ് ടൈംസിൽ, വാറൊന്നും ഇല്ലാത്ത സമാധാനപരമായിട്ടുള്ള ടൈംസിൽ പോലും ഷിപ്പ് മണി കളക്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി സ്റ്റാർ ചേംബർ എന്താണ്? സ്റ്റാർ ചേംബർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ റോയൽ കോർട്ടാണ്, ഒരു കോർട്ടാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ദിസ് വാസ് ഒറിജിനലി എസ്റ്റാബ്ലിഷ്ഡ് ടു എൻഷുർ ജസ്റ്റിസ്. പക്ഷേ പിന്നീട് ഇത് റോയൽ അതോറിറ്റിയുടെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് മാറി. ഇപ്പോൾ ചാൾസ് വൺ എന്ത് ചെയ്യാൻ അത് മിസ്യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. എന്തിനാണ്? അയാളെ വിമർശിക്കുന്നവരെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അയാളുടെ ഒപ്പോണൻസിനെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമായിട്ട് സ്റ്റാർ ചേംബറിനെ അല്ലെങ്കിൽ ഈ റോയൽ കോർട്ടിനെ മാറ്റി അയാൾ. അപ്പോൾ ചാൾസ് വൺ അതുപോലെ തന്നെ സ്കോട്ട്ലാൻഡിലും കുറച്ച് എന്താ പറയുക റീഫോംസ് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പം സ്കോട്ട്ലാൻഡിലുള്ള ആളുകളുടെ റിലീജിയസ് ബിലീഫിനെ നമ്മൾ പ്രെസ്ബൈറ്റേറിയൻ എന്ന് വിളിക്കുന്നു. പ്രെസ്ബൈറ്റേറിയൻസ് എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലൻഡ് റിലീജിയസ് ബിലീഫ് ഉള്ള ഒരു തരം ആളുകളാണ് കേട്ടോ, പ്രെസ്ബൈറ്റേറിയൻ. അവിടെ ഉള്ള ആളുകളിലേക്ക് പുതിയ തരത്തിലുള്ള റിലീജിയസ് പ്രാക്ടീസ് എല്ലാം കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്റ്റൈൽ പ്രെയർ ബുക്കെല്ലാം കൊണ്ടുവരാനായിട്ട് ചാൾസ് വൺസ് ട്രൈ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സ്കോട്ടിഷ് പീപ്പിളും എന്ത് ചെയ്യുന്നു? ഈ കിങ് വെറുതെ നമ്മുടെ റിലീജിയസ് കാര്യങ്ങളിൽ ഇൻ്റർഫിയർ ചെയ്യുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു. സോ കോവനാൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് വരുന്നു. അതായത് ചാൾസ് വണ്ണിൻ്റെ ഈ റിലീജിയസ് പോളിസീസിനെ ഒപ്പോസ് ചെയ്ത് വരുന്ന ഒരു ഗ്രൂപ്പാണ് കോവനാൻറ്റേഴ്സ്. പ്രെസ്ബിറ്റാറിയൻസ് ഒരു കോവനാൻ്റ് ഒക്കെ സൈൻ ചെയ്യുന്നു. അതായത് കിങ്ങിനെ ഒരിക്കലും ഇതിനെ അനുവദിക്കാൻ പാടില്ല, നമ്മുടെ റിലീജിയനിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് ഈ കോവനാൻറ്റേഴ്സ് എടുക്കുന്നത്. അപ്പോൾ ഈ ചാൾസ് വണ്ണും കോവനാൻറ്റേഴ്സും തമ്മിലുള്ള പ്രശ്നമാണ് ബിഷപ്പ് വാർസിലേക്ക് നീളുന്നത്. പക്ഷേ ഈ ഒരു വാറിന് എന്ത് വേണം? മണി വേണം. മണി വേണമെങ്കിൽ പാർലമെന്റിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിലേ നമുക്ക് കുറേ കാര്യങ്ങളിൽ പല രീതിയിലും മണി ശേഖരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ, കിങ്ങിനെ കൊണ്ട്. അപ്പം കിങ് എന്ത് ചെയ്യുന്നു? അതുവരെയും പാർലമെന്റ് ഇല്ലായിരുന്നല്ലോ. 1640 ഒരു പാർലമെന്റ് സമ്മൺ ചെയ്യുന്നു. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ഇമ്മീഡിയറ്റ്ലി ഗ്രാൻഡിങ് മണി, പാർലമെന്റ് ബിഗാൻ ഡിസ്കസിങ് ദ ഗ്രീവൻസസ് അഗൈൻസ്റ്റ് ദ കിങ്. അപ്പോൾ പക്ഷേ പാർലമെന്റ് എന്ത് ചെയ്യുന്നില്ല? മണിയൊന്നും അപ്രൂവ് ചെയ്യുന്നില്ല. ഇതുകൊണ്ട് കിങ് എന്ത് ചെയ്യുന്നു? ഈ പാർലമെന്റ് അതുപോലെ തന്നെ അതങ്ങ്
ഡിസോൾവ് ചെയ്തും കളയുന്നു. അതുകൊണ്ടാണ് ഇത് ഷോർട്ട് പാർലമെന്റ് എന്ന് വിളിക്കുന്നത്. ഇത് പിന്നെയും മണി ആവശ്യമായിരുന്നു. വേറെ ഒരു നിവർത്തിയില്ല. പാർലമെന്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് കിങ്ങിന് മനസ്സിലാവുന്നു. പിന്നെ അതേ വർഷം 1640 തന്നെ പുതിയൊരു പാർലമെന്റ് സമ്മൺ ചെയ്യുന്നു. ഇതിനെയാണ് ലോങ് പാർലമെന്റ് എന്ന് വിളിക്കുന്നത്. കാരണം ഇത് അൺലൈക്ക് ഷോർട്ട് പാർലമെന്റ്, ദിസ് വൺ എക്സിസ്റ്റഡ് ഫോർ മെനി ഇയേഴ്സ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് മേജർ കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ്. ഫോർ എക്സാമ്പിൾ സ്ട്രാഫോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൾസ് വണ്ണിൻ്റെ ഒരു വളരെ അടുത്ത ഒരു അഡ്വൈസർ ആയിരുന്നു. അപ്പോൾ സ്റ്റാഫോർഡിനെ ഇംപീച്ചും എക്സിക്യൂട്ടും ചെയ്യുന്നത് ഈ ലോങ് പാർലമെന്റ് ആണ്. അതുപോലെ സ്റ്റാർ ചേംബർ, കാരണം മിസ്യൂസ് ചെയ്യപ്പെടുന്ന റോയൽ കോർട്ടാണല്ലേ സ്റ്റാർ ചേംബർ, അതിനെ അബോളിഷ് ചെയ്യുന്നു. അതുപോലെ ട്രൈനിയൽ ആക്ട് പാസ് ചെയ്യുന്നു. ഈ ഒരു ട്രൈനിയൽ ആക്ട് എന്ന് പറഞ്ഞാൽ ഇതും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ട്രൈനിയൽ ആക്ട് ഏത് റെവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇറ്റ് ഇസ് ഇംഗ്ലീഷ് ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്. അപ്പോൾ ട്രൈനിയൽ ആക്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ ഈ ട്രൈനിയൽ ആക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിക്വയർസ് ദ പാർലമെന്റ് ബി സമ്മൺഡ് അറ്റ്ലീസ്റ്റ് വൺസ് എവറി 3 years. 3 വർഷം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും പാർലമെന്റ് സമ്മൺ ചെയ്യണം. ഓക്കെ, 3 വർഷം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും പാർലമെന്റ് സമ്മൺ ചെയ്യണം. അതാണ് ഈ ഒരു ആക്ട് പറയുന്നത്. ഈവൻ ഇഫ് ദ കിങ് ഡിഡ് നോട്ട് വിഷ് ടു കോൾ. ഓക്കെ, തൊട്ടടുത്ത വർഷം ഇൻ 1641 ദിസ് ലോങ് പാർലമെന്റ് പ്രസന്റഡ് ദ ഗ്രാൻഡ് റിമോൺസ്ട്രൻസ്. ഓക്കെ, എന്താണ് ഈ ഗ്രാൻഡ് റിമോൺസ്ട്രൻസ്? സോ ഈ ഗ്രാൻഡ് റിമോൺസ്ട്രൻസ് എന്ത് ചെയ്യുന്നു? കിങ് ഇതുവരെയും ചെയ്തിട്ടുള്ള എല്ലാ മിസ്റ്റേക്സും, അല്ലെങ്കിൽ കിങ്ങിൻ്റെ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള എല്ലാ മിസ്റ്റേക്സും അബ്യൂസസും കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കൂടുതൽ റീഫോംസ് നമുക്ക് വേണം, കൂടുതൽ പാർലമെൻ്ററി കൺട്രോൾ നമുക്ക് വേണം മിനിസ്റ്റേഴ്സിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഈ ഒരു ഗ്രാൻഡ് റിമോൺസ്ട്രൻസ് വരുന്നത്. അതും ഇംഗ്ലീഷ് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ചാൾസ് വണ്ണും പാർലമെന്റ് തമ്മിൽ നിൽക്കുന്നു. നെഗോഷിയേഷൻസ് എല്ലാം ഫെയിൽ ആവുന്നു. അങ്ങനെ ഒരു ആംഡ് കോൺഫ്ലിക്റ്റ് ഇന്നവിറ്റബിൾ ആവുന്നു. ഇവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഇന്നവിറ്റബിൾ ആയിട്ട് വരുന്നു. അതാണ് ഇംഗ്ലീഷ് സിവിൽ വാറിൻ്റെ ബിഗിനിങ്. അപ്പോൾ ഇംഗ്ലീഷ് സിവിൽ വാർ 1642 to 1649 വരെയാണ് നടക്കുന്നത്. ഈ ഒരു ഇംഗ്ലീഷ് സിവിൽ വാറിൽ 2 സൈഡ്സ് ഉണ്ടായിരുന്നു. ഒന്ന് കാവലിയേഴ്സ് എന്ന് പറഞ്ഞാൽ റോയലിസ്റ്റ് ആണ്. അതായത് കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലേ, മൊണാർക്കി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് കാവലിയേഴ്സ് എന്ന് പറയുന്നത്. ദേ ബിലീവ്ഡ് ഇൻ ദ ഡിവൈൻ റൈറ്റ്. സോ ദേ തോട്ട് മൊണാർക്കി വാസ് എസെൻഷ്യൽ ഫോർ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് പാർലമെന്റ് ഷുഡ് നോട്ട് ഡോമിനേറ്റ് ദ ക്രൗൺ. പാർലമെന്റ് ഒരിക്കലും ക്രൗണിനെ ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ക്രൗൺ ആയിരിക്കണം എപ്പോഴും സുപ്രീം, അല്ലെങ്കിൽ കിങ് ആയിരിക്കണം എപ്പോഴും സുപ്രീം എന്ന് വിശ്വസിച്ചിരുന്നവരാണ് കാവലിയേഴ്സ് എന്ന് പറഞ്ഞാൽ. എന്നാൽ മറ്റേ സെക്കൻഡ് സൈഡാണ് റൗണ്ട് ഹെഡ്സ് എന്ന് പറയുന്നത്. റൗണ്ട് ഹെഡ്സ് എന്ന് പറഞ്ഞാൽ പാർലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, പാർലമെന്റേറിയൻസ് ആയിരുന്നു റൗണ്ട് ഹെഡ്സ്. ദേ ബിലീവ്ഡ് ദാറ്റ് കിങ് അല്ല, പകരം പാർലമെന്റ് ആണ് നമ്മുടെ രാജ്യത്തിനെ ഫുള്ളായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. കിങ്ങിന്റെ പവർ എന്താണ്? ലിമിറ്റഡ് ആയിരിക്കണം. ആൻഡ് ഗവൺമെന്റ് ഷുഡ് ഫംഗ്ഷൻ അക്കോർഡിംഗ് ടു ലോ. നിയമപരമായിട്ട് വേണം ഗവൺമെന്റ് ഫംഗ്ഷൻ ചെയ്യാൻ, അല്ലാതെ തോന്നുന്ന പോലെ കിങ് ഭരിക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു ഗ്രൂപ്പിന്റെ ഏറ്റവും ഏബിൾ ആയിട്ടുള്ള ലീഡർ ആയിരുന്നു ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്നത്. ഒലിവർ ക്രോംവെൽ ഒരു പ്യൂരിറ്റാൻ ആയിരുന്നു. സോ ന്യൂ മോഡൽ ആർമി വരുന്നു. അതായത് പാർലമെന്റ് ആണ് അതിൻ്റെ ഫോഴ്സസിനെ ന്യൂ മോഡൽ ആർമി ആയിട്ട് ചിട്ടപ്പെടുത്തുന്നു 1645. കമാൻഡർ ഇൻ ചീഫ് വേറൊരു ആരായിരുന്നു, ഫെയർഫാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ ഈ ഒലിവർ ക്രോംവെൽ ഇതിൻ്റെ ഒരു വളരെ വലിയ ലീഡറായിട്ട് മാറുന്നു. അങ്ങനെ ബാറ്റിൽ ഓഫ് നാസ്ബൈ നടക്കുന്നു. ന്യൂ മോഡൽ ആർമി ആരെ ഡിഫീറ്റ് ചെയ്യുന്നു? റോയലിസ്റ്റിനെ അല്ലെങ്കിൽ കാവലിയേഴ്സിനെ ഡിഫീറ്റ് ചെയ്യുന്നു. ചാൾസിനെ എന്ത് ചെയ്യുന്നു? ചാൾസ് സറണ്ടർ ആവുന്നു. പ്രൈഡ്സ് പർജ് 1648 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൾസ് വണ്ണിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആളുകളെയും പാർലമെന്റ് എന്ന് പറഞ്ഞു വിടുന്ന ഈ തോമസ് പ്രൈഡ്. ഓക്കെ, അതാണ് പ്രൈഡ്സ് പർജ് എന്ന് പറയുന്നത്. സോ കെയിം ദി റംപ് പാർലമെന്റ്. അപ്പോൾ റംപ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ചാൾസ് വണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആളുകളെ റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള ആളുകൾ ചാൾസ് വണ്ണിനെ നമുക്ക് ട്രയൽ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ചാൾസ് വണ്ണിനെ ട്രയൽ ചെയ്യുന്നു. ഹി വാസ് ചാർജ്ഡ് വിത്ത് ട്രീസൺ. ഓക്കെ, അഗേൻസ്റ്റ് ദ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിനെ ആളുകളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ചാൾസ് വൺ എന്ന് ഈ ഒരു ട്രയൽ കണ്ടുപിടിക്കുന്നു. ആൻഡ് ചാൾസ് വൺ വാസ് ഫൗണ്ട് ഗിൽറ്റി ആൻഡ് ഹി വാസ് എക്സിക്യൂട്ടഡ് ഇൻ 1649. ഓക്കെ, 1649 ചാൾസ് വണ്ണിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ ദിസ് വാസ് ദി ഇംഗ്ലീഷ് സിവിൽ വാർ. അങ്ങനെ മൊണാർക്കി എന്താണ്? അബോളിഷ് ആവുന്നു. അപ്പോൾ സിവിൽ വാർ എന്ന് തൊട്ട് എന്ന് വരെയാണുള്ളത്? 1642 to 1649 വരെയാണ് ഈ ഒരു ഇംഗ്ലീഷ് സിവിൽ വാർ. ആര് തമ്മിലായിരുന്നു? റൗണ്ട് ഹെഡ്സ് വേഴ്സസ് കാവലിയേഴ്സ്, അല്ലെങ്കിൽ പാർലമെന്റേറിയൻസ് വേഴ്സസ് റോയലിസ്റ്റ് ആണ് നടന്നത്. അബോളിഷൻ ഓഫ് മൊണാർക്കി സംഭവിക്കുന്നു. ഇംഗ്ലണ്ട് വാസ് ഡിക്ലെയർഡ് എ കോമൺവെൽത്ത്. അപ്പം ഇംഗ്ലണ്ട് എന്താന്നു? ഒഫീഷ്യലി ഒരു റിപ്പബ്ലിക് ആയിട്ട് മാറുന്നു, വിച്ച് ഇസ് എ കോമൺവെൽത്ത്. ഓക്കെ, 1649 to 53 വരെ അത് എക്സിസ്റ്റ് ചെയ്തുള്ളൂ. കാരണം ഒലിവർ ക്രോംവെല് മനസ്സിലാക്കുന്നു ഈ റംപ് പാർലമെന്റ് എന്ത് ചെയ്യുന്നു, നമ്മുടെ രാജ്യത്തിന് ഇൻട്രസ്റ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ആ പാർലമെന്റിനെ
ഒലിവർ ക്രോംവെൽ എന്ത് ചെയ്യുന്നു, ഡിസോൾവ് ചെയ്യുന്നു. ഇൻ 1653 ഇൻസ്ട്രുമെന്റ് ഓഫ് ഗവൺമെന്റ് എഴുതുന്നു. ഇൻസ്ട്രുമെന്റ് ഓഫ് ഗവൺമെന്റ് ഈസ് റിഗാർഡഡ് ആസ് എ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ആദ്യത്തെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കരുതപ്പെടുന്നത് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് ഗവൺമെന്റ് ആണ്. ദിസ് എസ്റ്റാബ്ലിഷ്ഡ് എ ലോർഡ് പ്രൊട്ടക്ടർ. ലോർഡ് പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫീസർ കൊണ്ടുവരുന്നു. അതുപോലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, പാർലമെന്റ്. ഇത്രയും 3 കാര്യങ്ങൾ, ലോർഡ് പ്രൊട്ടക്ടർ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, പാർലമെന്റ്, ഈ 3 കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണമെന്ന് ആ ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് ഗവൺമെന്റ് പറയുന്നുണ്ട്. ഒരേ ഒരു ലോർഡ് പ്രൊട്ടക്ടർ ഉണ്ടായിരുന്നുള്ളൂ, അത് ഒലിവർ ക്രോംവെൽ ആണ്. ആൻഡ് ഇൻ 1658 ഒലിവർ ക്രോംവെൽ ഡൈസ്. അങ്ങനെ പുള്ളിക്കാരൻ്റെ മകനായിട്ടുള്ള റിച്ചാർഡ് ക്രോംവെൽ സക്സസർ ആയിട്ട് വരുന്നു. ബട്ട് റിച്ചാർഡ് ക്രോംവെൽ എന്ന് പറയുമ്പം ഹീ വാസ് നോട്ട് ദാറ്റ് എക്സ്പീരിയൻസ്ഡ് ലൈക്ക് ഹിസ് ഫാദർ. അതുകൊണ്ട് തന്നെ ഹീ ഫെയിൽഡ് ടു കൺട്രോൾ ദി പാർലമെന്റ് ഓർ ദി ആർമി. അതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ അദ്ദേഹം റിസൈൻ ചെയ്യുന്നു. സോ ഇയാളുടെ റെസിഗ്നേഷനോട് കൂടി ഇംഗ്ലണ്ട് പിന്നെയും പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് വരുന്നു. അങ്ങനെ 1660 പിന്നെയും മൊണാർക്കിനെ റീസ്റ്റോർ ചെയ്യുന്നു. ഇതിനാണ് ദ റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ദ റീസ്റ്റോറേഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഇംഗ്ലീഷ് റവല്യൂഷനായിട്ട്. ദ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ 1660 പിന്നെയും മൊണാർക്കിനെ റീസ്റ്റോർ ചെയ്യാണ്. ചാൾസ് വണ്ണിൻ്റെ മകനായിട്ടുള്ള ചാൾസ് സെക്കൻഡ് എന്താവുന്നു, കിങ് ആയിട്ട് വരുന്നു. ചാൾസ് സെക്കൻഡ് മനസ്സിലാക്കുന്നു പാർലമെന്റ് ഇല്ലാണ്ട് കാര്യങ്ങൾ നടക്കാൻ ബുദ്ധിമുട്ടാണ്. സോ പാർലമെന്റിനെ നമ്മൾ മാനിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ചാൾസ് സെക്കൻഡ് ഭരിക്കുന്നത്. സോ ആ സമയത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് വരുന്നു. സോ വിഗ്സ് എന്ന് പറയുന്നത് ദേ ഫേവേർഡ് പാർലമെന്ററി അതോറിറ്റി ആൻഡ് പ്രൊട്ടസ്റ്റന്റ് സക്സഷൻ. ഓക്കെ. എന്നാൽ ടോറീസ് നേരെ തിരിച്ചാണ്. ദേ സപ്പോർട്ടഡ് ഹെറിഡിറ്ററി സക്സഷൻ. ഓക്കെ. ഗ്രേറ്റ് റിബൺ ക്ലബ്, അഗൈൻ എ വേർഡ് വിച്ച് ക്യാൻ ബി ആസ്ക്ഡ്. സോ ഗ്രേറ്റ് റിബൺ ക്ലബ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ പൊളിറ്റിക്കൽ അസോസിയേഷൻ ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ദ വിഗ്സ്. So it served as a meeting place where political ideas were discussed and the opposition to policies of the crown was organized. അപ്പോൾ വിഗ്സിൻ്റെ പൊളിറ്റിക്കൽ മീറ്റിംഗ്സ് എല്ലാം നടന്ന ഒരു സ്ഥലമാണ് ഗ്രേറ്റ് റിബൺ ക്ലബ്. ചാൾസ് സെക്കൻഡിൻ്റെ ഡെത്തിന് ശേഷം ജെയിംസ് സെക്കൻഡ് കിങ് ആയിട്ട് വരുന്നു. പക്ഷെ ജെയിംസ് സെക്കൻഡ് എന്താണ്, റോമൻ കാത്തലിക് ഫെയ്ത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രൊട്ടസ്റ്റൻസിന് അത് വളരെ വലിയൊരു പേടിപ്പെടുത്തുന്ന കാര്യമായിരുന്നു. ഇനി പിന്നെയും ഇംഗ്ലണ്ട് കാത്തലിസത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു പേടി വന്നു. അതുപോലെ തന്നെ ജെയിംസ് ടൂവിന് ഒരു മകൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനൊരു മകൾ ഉണ്ടായിരുന്നു വിച്ച് വാസ് എ പ്രൊട്ടസ്റ്റന്റ്. ഓക്കെ. അപ്പം ആ മകളായിരിക്കും റൂളറായിട്ട് വരുന്നത്, ഒരു പ്രൊട്ടസ്റ്റന്റ് ആയിരിക്കും റൂളറായിട്ട് വരുന്നതെന്നാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ ജെയിംസ് ടൂവിന് ഒരു കാത്തലിക് മകൻ ഉണ്ടാകുന്നു. അപ്പോൾ കാത്തലിക് മകൻ ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി പിന്നെയും അടുത്ത അവകാശി ഇനി ആ മകനായിരിക്കുമല്ലോ. അപ്പോൾ കാത്തലിസിസം പിന്നെയും വരുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു എന്നറിയോ, കുറച്ച് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് ലീഡേഴ്സ് എന്ത് ചെയ്യുന്നു, സീക്രറ്റ്ലി വില്യം ഓഫ് ഓറഞ്ചിനെ ഈ രാജ്യം ഭരിക്കാനായിട്ട് വിളിക്കുന്നു. ആരാണ് വില്യം ഓഫ് ഓറഞ്ച്? മേരിയുടെ ഹസ്ബൻഡാണ്. മേരി ആരാണ്? ജെയിംസ് ടൂവിൻ്റെ പ്രൊട്ടസ്റ്റന്റ് മകളാണ് മേരി. വില്യം ഓഫ് ഓറഞ്ച് മേരിയും ഇംഗ്ലണ്ടിലേക്ക് വരുന്നു അവരുടെ ആർമിയുമായിട്ട്. അപ്പോൾ കുറേ ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ജെയിംസ് ടൂവിന് സപ്പോർട്ട് നഷ്ടമാകുന്നു. അപ്പോൾ ജെയിംസ് ടൂവിന് മനസ്സിലാവുന്നു ഇനി വെറുതെ ഇവർക്കെതിരെ എന്താ പറയുക പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, നടക്കത്തില്ല, ആളുകളെല്ലാം അവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജെയിംസ് എന്ത് ചെയ്യുന്നു, ഹി ജസ്റ്റ് റൺസ് അവേ ടു ഫ്രാൻസ്. അപ്പോൾ വില്യം ഓഫ് ഓറഞ്ചിലേക്ക് അധികാരം എത്തുന്നു. അതാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബ്ലഡ്ലെസ് റെവല്യൂഷൻ ബിക്കോസ് ഫൈറ്റിംഗ് ഒന്നും ഇല്ലാണ്ട് തന്നെ സിമ്പിളായിട്ട് ഒരു പവർ ട്രാൻസ്ഫർ അവിടെ നടക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഗ്ലോറിയസ് റെവല്യൂഷൻ. വില്യം ഓഫ് ഓറഞ്ച്, മേരി ടൂം, ഇവർ രണ്ടും കൂടെ ഒരുമിച്ചാണ് രാജ്യം ഭരിക്കുന്നത് കേട്ടോ. അങ്ങനെ 1689 ദ ബിൽ ഓഫ് റൈറ്റ്സ് വരുന്നു. മൊണാർക്ക് കുഡ് നോട്ട് സസ്പെൻഡ് ലോസ് വിത്തൗട്ട് പാർലമെന്റ്. പാർലമെന്റിന്റെ അപ്രൂവൽ ഇല്ലാതെ മൊണാർക്കിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോസ് ഒന്നും സസ്പെൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ടാക്സസ് പാർലമെന്റിന് അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചുമത്താനോ അങ്ങനെ മാറ്റാനോ ഉള്ള കാര്യങ്ങൾ പറ്റത്തുള്ളൂ. എ സ്റ്റാൻഡിംഗ് ആർമി കുഡ് നോട്ട് ബി മെയിൻറ്റെയിൻ വിത്തൗട്ട് പാർലമെന്റ് കൺസെന്റ്. പാർലമെന്റിന്റെ കൺസെന്റ് ഇല്ലാതെ ഒരു സ്റ്റാൻഡിംഗ് ആർമി കിങ്ങിനോ ക്വീനോ മാത്രമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. പാർലമെന്റ് റെഗുലർ ആയിട്ട് മീറ്റ് ചെയ്യണം. അതുപോലെ ഇലക്ഷൻസ് ഫ്രീ ആയിട്ട് തന്നെ നടക്കണം. അതുപോലെ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ഷുഡ് എൻജോയ് ഫ്രീഡം ഓഫ് സ്പീച്ച് വിത്തിൻ ദ പാർലമെന്റ്. ആൻഡ് കെയിം ദി ടോളറേഷൻ ആക്ട്. ടോളറേഷൻ ആക്ട് 1689 വരുന്നു. ഈ ഒരു ആക്ട് പ്രൊട്ടസ്റ്റൻസിന് കൂടുതൽ റിലീജിയസ് ഫ്രീഡം കൊടുക്കുന്നു. എന്നാൽ കാത്തലിക്സിന്റെ കാര്യം അപ്പോഴും അതുപോലെ തന്നെയാണ്. ദേ ഫേസ്ഡ് സിഗ്നിഫിക്കൻറ്റ് റെസ്ട്രിക്ഷൻസ് ടു. ആൻഡ് കെയിം ദി ആക്ട് ഓഫ് സെറ്റിൽമെന്റ്. ഇൻ 1701 ആക്ട് ഓഫ് സെറ്റിൽമെന്റ് വരുന്നു. ഇറ്റ് എൻഷ്യൂർഡ് ദാറ്റ് ഇംഗ്ലീഷ് ത്രോൺ വുഡ് പാസ് ഓൺലി ടു എ പ്രൊട്ടസ്റ്റന്റ് heirs. സോ ഇറ്റ് പ്രിവെന്റഡ് കാത്തലിക്സ് ഫ്രം സക്സീഡിങ് ടു ദ ക്രൗൺ. സോ ഇംഗ്ലണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിട്ട് മാറുന്നു ഈ ഒരു ഗ്ലോറിയസ് റെവല്യൂഷന് ശേഷം. സോ ദ മൊണാർക്ക് റിമെയിൻ ദ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ദ മൊണാർക്ക് ഗവേൺഡ് അക്കോർഡിംഗ് ടു ലോ. നിയമപരമായിട്ടാണ് മൊണാർക്ക് ഇനി ഭരിക്കാൻ പോകുന്നത്, അല്ലാതെ
വെറുതെ തോന്നുന്ന പോലെ ഭരിക്കാനൊന്നും പറ്റത്തില്ല. പാർലമെന്റ് ബിക്കെയിം ദ സുപ്രീം ലെജിസ്ലേറ്റീവ് അതോറിറ്റി. ലോ മേക്ക് ചെയ്യുന്നതിൽ പാർലമെന്റ് ആണ് ഏറ്റവും സുപ്രീം, മൊണാർക്ക് അല്ല. ആൻഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ്സ് ഓഫ് ദി ഇംഗ്ലീഷ് റെവല്യൂഷൻ വാസ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പാർലമെന്ററി സോവറിറ്റി. This means parliament is the supreme lawmaking authority. This is the story of the Great Revolution.